ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. എത്ര കഴിച്ചാലും മതി വരാത്തൊരു നല്ലൊരു അടിപൊളി സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനത് എന്തെന്ന് വെച്ചാൽ ബീഫിൻ്റെ അട്ടിപ്പത്തിരി, ചട്ടിപ്പത്തിരി എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 4 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 4 സവാളയാണ്. വലുതാണെങ്കിൽ 2 വലിയ സവാള മതിയാവും. ഞാൻ നല്ല നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കുക്കിംഗ് ചെയ്യുമ്പോൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നുള്ളത് ആ ഓയിലെടുക്കാം. ഏത് ഓയിലായാലും പ്രശ്നമില്ല. അപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഞാൻ പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. അത് നീളത്തിലരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നീളത്തിലരിഞ്ഞ സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചമുളകിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഏതായാലും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പേസ്റ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ നീളത്തിലരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ മോള് കഴിക്കുമ്പോൾ അവൾക്ക് എരിഞ്ഞു പോയല്ലോ എന്ന് വിചാരിച്ചപ്പോൾ നീളത്തിലാവുമ്പോൾ പെട്ടെന്ന് കിട്ടുമല്ലോ കഴിക്കുമ്പോൾ, അതുകൊണ്ടാണ് നീളത്തിലരിഞ്ഞത്. അതിനതാ പെട്ടെന്ന് തന്നെ വന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പീസ് കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. നല്ല ചൂട് പാൽ ചായൻ്റെ ഒപ്പവും കട്ടൻ ചായൻ്റെ ഒന്നിച്ചൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. വിരുന്നുകാർ വന്നാൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ സവാളയും നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ആഡ് ചെയ്യാനുള്ളത് മസാല പൗഡറുകളാണ്. കുറച്ച് മാത്രം മതി മസാല പൗഡറുകളും ഇൻഗ്രീഡിയൻസ് ആയാലും കുറച്ച് മാത്രം മതി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിൻ്റെയും ഒക്കെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ്. പിന്നെ ഞാനിതിലേക്ക് ഗരം മസാല പൗഡർ, പിന്നെ ഞാൻ മീറ്റ് മസാല, പിന്നെ ചില്ലി ഫ്ലെക്സ് അതൊക്കെ ആഡ് ചെയ്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മല്ലിയിലയോ കറിവേപ്പിലയോ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ടാണ് കറിവേപ്പില ആഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ മല്ലിയില ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ബീഫ് ഞാൻ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, പച്ചമുളക് ഇട്ട് നേരത്തെ വേവിച്ചെടുത്തതാണ്. അപ്പോൾ അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ആ മസാലയിലേക്ക് ആഡ് ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകൊണ്ട് ചിക്കി എടുത്തിട്ടും ആഡ് ചെയ്യാം. ഞാനാണെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അതുപോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി അധികം ടേസ്റ്റ്. നല്ല പോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിൾ മസാലയാണ്. മസാലക്കൂട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. മല്ലിയില, കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ കറിവേപ്പില ഉണ്ടായിരുന്നു, കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇനി ഉണ്ടാക്കാനുള്ളത് ബാറ്ററാണ്. സിമ്പിൾ ബാറ്ററാണ്, വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. ഞാൻ മസാല റെഡിയാക്കി കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 മുട്ട വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കൂടുതലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറേ മുട്ടൻ്റെ അളവ് കൂട്ടിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു 8-9 ലെയർ വരാൻ വേണ്ടിയിട്ട് ഞാൻ 2 മുട്ടയാണ് ആഡ് ചെയ്യുന്നുള്ളത്. പിന്നെ ഇതിലേക്ക് ഈ തവിയിൽ 2.25 തവി മൈദപ്പൊടിയാണ് ആഡ് ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് വേണം കുറച്ച് ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ചെയ്യാം. ഞാനിപ്പോൾ ടേസ്റ്റ് കൂടുതലുണ്ടാവത്ര മൈദപ്പൊടിയിൽ ചെയ്യാൻ പാടാണ്. ഹെൽത്തി ആയി കിട്ടണമെങ്കിൽ നിങ്ങൾ ഗോതമ്പ് പൊടിയിലും ചെയ്യാം. അപ്പോൾ ഞാൻ മൈദപ്പൊടിയാണ് കുറച്ച് ടേസ്റ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് മൈദപ്പൊടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. 1 ഗ്ലാസ് പാൽ ഒഴിച്ച് നല്ല പോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അടിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പറയാനും കാണിക്കാനും വിട്ടുപോയതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞാൽ നല്ല ലൂസും അല്ല നല്ല തിക്കും അല്ല. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്കതൊന്ന് ദോശ ചുട്ടെടുക്കണം. അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓരോ മാവ് കുറേശ്ശെ വെച്ച് ഇങ്ങനെ ചുറ്റിച്ചെടുത്ത് നമുക്ക് ദോശ ചുട്ടെടുക്കാം. അധികം മൊരിഞ്ഞ് വരേണ്ടെന്ന് ആവശ്യമില്ല.
ചെറുതായിട്ടൊന്ന് വെന്ത് കുക്കായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമുക്കിത് അതിലും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനുള്ളത് കൊണ്ട് നല്ല പോലെ വെന്ത് വരേണ്ടതൊന്നും ആവശ്യമില്ല, മൊരിഞ്ഞ് വരേണ്ടതൊന്നും ആവശ്യമില്ല. കുക്കായി കിട്ടിയാൽ മാത്രം മതി. ഇങ്ങനെ നമ്മളെ പാനിൽ ഇങ്ങനെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഓരോ ദോശയും ഇതുപോലെ ചുട്ടെടുക്കാം. അങ്ങനെ ദോശയൊക്കെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതേ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നുള്ളത് നെയ്യ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ എന്തുണ്ടോ അത് സ്പ്രെഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതേ പാനിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നുള്ളത്. ഞാനെല്ലാം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ദോശ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മുട്ടയും പാലും കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ദോശയും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ പാനിലേക്ക് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഫില്ലിങ് അവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കണം, സെറ്റാക്കിയിട്ട് എടുക്കണം, എല്ലാം സെറ്റാക്കി എടുക്കണം. അതിന് ഞാൻ ആദ്യം ഫസ്റ്റ് ഒരു ദോശ മുട്ടയുടെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് പാനിലേക്ക് വെച്ചെടുക്കുന്നുണ്ട്. ആദ്യം വെച്ചെടുക്കേണ്ടത് ദോശയാണ്, പിന്നെ മസാല വെച്ചെടുക്കുക, പിന്നെ ദോശ വെക്കുക, ഫില്ലിങ് ഇട്ട് കൊടുക്കുക, പിന്നെ ദോശ ഫില്ലിങ്. അങ്ങനെ ലാസ്റ്റായിട്ട് വരേണ്ടത് ദോശയാണ് മുകളിലേക്കായിട്ട്. അങ്ങനെ ബാക്കി വന്ന മുട്ടയുടെ വെള്ളവും കൂടി മുകളിൽ ഒഴിച്ച് കൊടുക്കാനായിട്ടുണ്ട്. ആദ്യം ദോശ വെച്ചു, ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ദോശ മുട്ടയുടെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുന്നു, ഫില്ലിങ് വെച്ചെടുക്കുന്നു, ഡിപ്പ് ചെയ്യുന്നു, അതുപോലെ ചെയ്ത് ലാസ്റ്റ് കുറച്ച് മുട്ടയുടെ ഈ വെള്ളം ബാക്കി വരും. അത് നമ്മൾ മുകളിലേക്കായിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. ഇതുപോലെ എല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ദോശയും കൂടി വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മുകളിലേക്കായിട്ട് ബാക്കി വന്ന മിക്സും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എന്താക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പിലും കൂടി ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് തികച്ചും ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെച്ചുകൊടുത്താൽ മതി. എനിക്കൊരു പൂതി തോന്നി, അതുകൊണ്ട് ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെച്ചുകൊടുത്താൽ മതി. അങ്ങനെ അതും കൂടി വെച്ചുകൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മോളും കൂടി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോയ്ക്ക് നല്ലൊരു കമൻറ്റ് തരാനും ലൈക്ക് തരാനും കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അങ്ങനെ എല്ലാം വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കണം, പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചിട്ട് വേണം ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യാനായിട്ട്. മൂടി കൊടുത്തിട്ട് അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ അടി നിന്ന് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ അടി നല്ല പോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ടാവും, നല്ല പോലെ കുക്കായിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റി ആയിട്ടുണ്ടാവും. ഈ അപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുള്ള ഫില്ലിങ് നല്ല പോലെ കടിക്കാനായിട്ട് കിട്ടും. അങ്ങനെ എനിക്ക് മറിച്ചിടാൻ പറ്റാത്ത കാരണം ഞാൻ ഉമ്മാനെ കൊണ്ട് മറിപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞാനൊരു 10 മിനിറ്റ് സമയം കുക്ക് ചെയ്യാൻ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നല്ല പോലെ വിട്ട് വരുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒത്തിരിയേറെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. നിങ്ങൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ചായ പലഹാരമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ ഫീഡ്ബാക്ക് ആയി അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞി ബെല്ലൈക്കൻ ഞെക്കി പൊട്ടിക്കാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറന്നു പോവല്ലേ. ഞാൻ
കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ അട്ടിപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. നിങ്ങൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിൽ എത്തിച്ച് തരാനുള്ള മനസ്സ് വരുന്നുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് മുമ്പിലോട്ട് വേണ്ടത്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരെ പറ്റത്തില്ല. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്.